ലാവലിൻ കേസ് എന്ന് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. പക്ഷേ അതെന്താണെന്ന് അറിയാവുന്നവർ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഞാനതൊന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചു നോക്കിയിട്ട് അങ്ങ് പരാജയപ്പെട്ടു. കാരണം അത് ഈ വളഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞ് ഏത് രീതിയിലാണത് പോകുന്നതെന്ന് മനസ്സിലായില്ല. ആപ്പാടെ ഇതിൻ്റെ രൂപരേഖ ഇത്രയേ ഉള്ളൂ. ഒരു കനേഡിയൻ കമ്പനിയാണ് SNC ലാവലിൻ. നമ്മുടെ നയാഗ്രയിൽ നിന്ന് 10 മൈൽ അകലേ ഉള്ളൂ എന്നാണ് ഈ വിൻസെൻ്റ് ഇമ്മാനുവൽ പറയുന്നത്. അപ്പോൾ ആ കമ്പനി അവർ ഈ എനർജി പല വിധത്തിലുള്ള സാങ്കേതിക കാര്യങ്ങളിൽ വിദഗ്ധരാണ്. ഈ കേരളത്തിലെ ഇടുക്കി അണക്കെട്ടുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ എനർജി പവർ ഗ്രിഡ് അത് തയ്യാറാക്കുന്നതുമായിട്ടാണ് ഈ കമ്പനി സഹകരിച്ചത്. ഇവിടെ നിന്ന് യന്ത്രങ്ങൾ കൊണ്ടുപോവുകയും മറ്റ് സാങ്കേതിക സഹായം നൽകുകയൊക്കെ ചെയ്തു. അത് 95-ലായിരുന്നു അതിൻ്റെ കരാറ്. അന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റായിരുന്നു ഭരിച്ചിരുന്നത്. കാർത്തികേയനായിരുന്നു അന്ന് വൈദ്യുതി മന്ത്രി. പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അപ്പോൾ വൈദ്യുതി മന്ത്രിയായത് പിണറായി വിജയനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ കമ്പനിയിൽ നിന്ന് ഏതാണ്ട് 300-ൽ പരം കോടി, 324 കോടിയാണെന്ന് തോന്നുന്നു, കോടിയുടെ അഴിമതി ഉണ്ടായെന്നാണ് ആരോപണം. അപ്പോൾ അതിൻ്റെ പേരിൽ കേസ് നടന്നു. ഹൈക്കോടതി അത് തള്ളി. പിന്നെ അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ആ അപ്പീലിലെ കേസ് 41 തവണ കേസ് മാറ്റിവെച്ചു. പിന്നെ പിണറായി മുഖ്യമന്ത്രിയായി. അപ്പോൾ ആ മുഖ്യമന്ത്രിയായിരിക്കെ പിന്നെ ആ കേസ് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഈ മുഖ്യമന്ത്രിയും BJPയും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ്, മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് കേസ് ഇങ്ങനെ മാറ്റിവെച്ച് പോകുന്നതെന്നാണ് പിന്നെ ഒരാരോപണം പറയുന്നത്. എന്തായാലും ഇപ്പം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോയി. ഇനി വേണമെങ്കിൽ ആ കേസ് എടുക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പം എടുത്തിട്ട് കാര്യമൊന്നുമില്ല. പശുവും ചത്തു മോരിലെ പുളിയും പോയെന്ന് പറഞ്ഞ പോലെ 31 വർഷം അല്ലെങ്കിൽ ഒരു 30 വർഷം ഒക്കെ കഴിഞ്ഞ ഒരു കേസ്, പിന്നെ അഴിമതി കേസിൻ്റെ അതേപ്പറ്റി ഇനിയിപ്പോൾ പറഞ്ഞിട്ടും വിചാരണ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയൊരു കാര്യമാണ്. കോടതി അതിൻ്റെ സമയം വെറുതെ കളയേണ്ട കാര്യമില്ല. അതാണ് നമ്മളൊക്കെ കരുതുന്നത്. ഇനിയിപ്പോൾ ഈ പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാര്യം, പിന്നെ ഈ കേരളത്തിലെ ഈ ഇടുക്കി അണക്കെട്ടിനോടനുബന്ധിച്ചുള്ള ഈ 2-3 ജനറേറ്ററുകൾ കേടാണെന്ന് പറയുന്നു. അത് കാരണം ആവശ്യത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് വെള്ളം ലഭ്യമാണെങ്കിലും ആ ജനറേറ്റർ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആ ജനറേറ്റർ പ്രവർത്തിക്കണമെങ്കിൽ ഈ വിദഗ്ധർ, ഈ ലാവലിൻ അവർ സ്ഥാപിച്ചതാണ്, അവരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ജനറേറ്ററൊക്കെ. ഇവരുടെ വിദഗ്ധർ വന്നാൽ അത് നിഷ്പ്രയാസം പിന്നെ പ്രവർത്തിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് പ്രവർത്തിപ്പിക്കാതെ ഇങ്ങനെ കിടക്കുന്നു. കാരണം മാർക്സിസ്റ്റ് ഗവൺമെൻറ്റിന് ലാവലിൻ എന്നുള്ള പേര് തന്നെ ഉച്ചരിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. അവരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യം ആലോചിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വൈദ്യുതി ക്ഷാമം വന്നപ്പോഴത്തേക്ക് പിന്നെ അന്യ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വലിയ തുക കൊടുത്ത് നമ്മൾ വൈദ്യുതി ഇങ്ങോട്ട് കേരളത്തിലേക്ക് വാങ്ങുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ ഈ ജനറേറ്ററുകളൊക്കെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ, ഈ സാങ്കേതിക സംവിധാനമൊക്കെ ലഭ്യമാക്കി കഴിഞ്ഞാൽ സ്ഥിതിയിൽ വലിയ വ്യത്യാസം വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ലാവലിനുമായിട്ട് ബന്ധപ്പെടാൻ മാർക്സിസ്റ്റ് ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് അത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ അടുത്താണ് കമ്പനി. നമ്മൾ അമേരിക്കൻ മലയാളികളെ തന്നെ ഇതിന് എൻഗേജ് ചെയ്യിക്കാവുന്നതാണ്. നമ്മുടെ ആളുകളെ ഒരു സംഘത്തെ അങ്ങോട്ട് വിടാം. കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെയുള്ള ആളുകളെ ലാവലിനുമായിട്ട് ബന്ധപ്പെടാനും അവരുമായിട്ട് പിന്നെ പ്രശ്നം പഠിക്കാനും പരിഹരിക്കാനും വേണ്ടി അവരെ ഉപയോഗപ്പെടുത്താവുന്നേ ഉള്ളൂ. ഈ ഗവൺമെൻറ് ഏതായാലും അഴിമതിയുടെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് പിന്നെ ഇക്കാര്യത്തിൽ ഇടപെടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാമെങ്കിൽ, വൈദ്യുതി ക്ഷാമം പരിഹരിക്കാമെങ്കിൽ അതിന് ഈ ഗവൺമെൻറ് മുൻകൈയെടുക്കുകയാണ് വേണ്ടത്. അമേരിക്കൻ മലയാളികളൊക്കെ അതിന് സഹായിക്കാനായിട്ട് സദാസന്നദ്ധരായി രംഗത്തുണ്ട് താനും.